രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും രണ്ടല്ല. അവിടെ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഗതി നിർണ്ണയിക്കുക. 5 വർഷം കഴിഞ്ഞാൽ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പിണറായി സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചതും ഇത്തരം തന്ത്രങ്ങളുടെ ഭാഗമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വെല്ലുവിളിക്കും പ്രകോപനങ്ങൾക്കുമെതിരെ സർക്കാരും SFIയും സ്വീകരിച്ചതും തന്ത്രപരമായ നിലപാടാണ്. ഗവർണറുടെ പ്രകോപനത്തിൽപ്പെട്ടു പോകാതെ തന്നെ കൃത്യമായി പ്രതിഷേധം ഉയർത്തുക എന്ന ഇടതുപക്ഷ നയമാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത്. തനിക്കെതിരെ ആക്രമണം വിളിച്ചു വരുത്തി സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാമെന്ന ഗവർണറുടെ അജണ്ടയാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത്. ചാനലുകളിലൂടെ SFIക്കാരെ വെല്ലുവിളിച്ച ഗവർണർക്ക് എന്നിട്ട് പോലും SFIയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യം വന്നിട്ടില്ല. SFIക്കാരെ തേടി ഗവർണർ EMS ചെയറിലെത്തി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ ഏതാനും മീറ്റർ അകലെ പോലീസ് തടഞ്ഞിട്ട് SFIക്കാരുടെ അരികിലേക്ക് അദ്ദേഹം വരാതിരുന്നത് എന്ന ചോദ്യമാണ് ആദ്യം ഉയർത്തേണ്ടത്. ഗവർണർ വീരശൂര പരാക്രമി ആയിരുന്നു എങ്കിൽ സെമിനാറിൽ പങ്കെടുക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് SFIക്കാരോട് മുഖാമുഖം വരണമായിരുന്നു. അത് പക്ഷേ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, സെമിനാർ കഴിഞ്ഞ ഉടനെ തന്നെ നിശ്ചയിച്ച സമയത്തിനും എത്രയോ മുൻപ് വിമാനത്താവളത്തിലേക്ക് പറക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വിമാനത്താവളത്തിലേക്ക് പോകും വഴിയും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത് രാജ്ഭവനിലേക്ക് മടങ്ങുമ്പോഴും നിരവധി കരിങ്കൊടി പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കരിങ്കൊടി പ്രതിഷേധം കണ്ടിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ വാദം ഒരിക്കലും വിലപ്പോവുകയില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ SFIക്കാർ വിളിച്ച ഓരോ മുദ്രാവാക്യവും ഗവർണറെ ചുട്ടുപൊള്ളിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ കലിതുള്ളി പ്രതിഷേധിച്ചിരിക്കുന്നത്. സർവകലാശാല ഗസ്റ്റ് ഹൗസിലിരുന്ന് SFI പ്രതിഷേധം കണ്ട ഗവർണർ പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് പോയിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് ഏറ്റവും നന്നായി അറിയാവുന്നതും ആരിഫ് മുഹമ്മദ് ഖാനും മാത്രമാണ്. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്നത് മാത്രമാണ് SFIക്ക് മുന്നിലുണ്ടായിരുന്ന ഏക തടസ്സം. അതുകൊണ്ടാണ് മുൻപൊരു സമരത്തിലും സ്വീകരിക്കാത്ത സംയമനം അവർ പാലിച്ചത്. പോലീസ് വലയം ഭേദിച്ച് മുന്നേറിയ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചപ്പോഴും ആ സംയമനം SFI പിന്തുടർന്നു എന്നത് രാഷ്ട്രീയ കേരളത്തെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ്. സംസ്ഥാന സർക്കാരിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ SFI ഒരു ഘട്ടത്തിൽ പോലും ശ്രമിച്ചിട്ടില്ല. അതേസമയം UDF ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ ഇതാകുമായിരുന്നില്ല അവസ്ഥ എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. SFIക്കാരെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞുവിട്ടതെന്ന് പറയുന്ന ഗവർണർ ജനങ്ങളുടെ സാമാന്യ ബോധത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഗവർണർ രാജ്ഭവനിൽ നിന്നും പുറത്തിറങ്ങേണ്ടതില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരോ ഇടതു പാർട്ടികളോ തീരുമാനിച്ചാൽ ഒരിക്കലും ഗവർണർക്ക് പുറത്തിറങ്ങാൻ കഴിയുകയില്ല. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മോദി സർക്കാർ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടാൽ അതും ഇടതുപക്ഷത്തിനാണ് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക. പിന്നീട് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും ഇപ്പോൾ ഉള്ളതിലും മികച്ച ഭൂരിപക്ഷത്തിലായിരിക്കും അപ്പോൾ വീണ്ടും അധികാരത്തിൽ വരിക. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ആരിഫ് മുഹമ്മദ് ഖാന് അറിയില്ലെങ്കിലും നരേന്ദ്രമോദിക്ക് ഒരു പക്ഷേ നന്നായി മനസ്സിലാകും. RSS അജണ്ട നടപ്പാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ മതേതര രാഷ്ട്രീയ കേരളത്തിന്റെ വികാരം അലയടിച്ചാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJPക്കും വലിയ തിരിച്ചടിയാകും. ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിൽ രുചിച്ച അലുവയുടെ മധുരമൊക്കെ അപ്പോഴാണ് കയ്പായി മാറുക. കാലിക്കറ്റ് കേരള സർവകലാശാലകളിലെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റിയ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെയാണ് SFIയും AISFും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ രംഗത്ത് വന്നിരുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കളും ശക്തമായാണ് ഗവർണറുടെ വഴിവിട്ട നോമിനേഷനെ ചോദ്യം ചെയ്തിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഗവർണർക്കെതിരെ പ്രതിഷേധ കൊടി ഉയർത്താൻ ഒരു പ്രതിപക്ഷ സംഘടനകൾക്കും കഴിഞ്ഞിട്ടില്ല. ഗവർണറുടെ നടപടിക്കെതിരെ SFI പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തുമ്പോൾ ലീഗ് അധ്യക്ഷന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ ഗവർണർക്ക് ബിരിയാണി വിളമ്പുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇക്കാര്യം മുൻനിർത്തി സോഷ്യൽ മീഡിയകളിൽ വലിയ രൂപത്തിലുള്ള അറ്റാക്കാണ് UDF സംഘടനകൾ നിലവിൽ നേരിടുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പരമ്പരാഗതമായി മുഖം തിരിക്കുന്ന മതവിഭാഗങ്ങൾക്കിടയിൽ പോലും വലിയ രൂപത്തിലുള്ള സ്വീകാര്യത പിടിച്ചുപറ്റാൻ ഗവർണർക്കെതിരായ പ്രതിഷേധം വഴിയൊരുക്കിയിട്ടുണ്ട്. RSS നോമിനികളെ ഗവർണർ നിയമിക്കുന്നത് UDFന്റെ രാഷ്ട്രീയ പിന്തുണയിലാണെന്ന വലിയ ആരോപണമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും നേരിടുന്നത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾക്കെല്ലാം ലീഗ് കൂടി പഴി കേൾക്കേണ്ട അസാധാരണമായ സാഹചര്യമാണിത്. ഗവർണറെ SFI കരിങ്കൊടി കാണിച്ചപ്പോൾ BJPയേക്കാൾ വാശിയോടെ ശക്തമായി പ്രതിഷേധിച്ച് ആദ്യം രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ്. ഗവർണറോടുള്ള UDF നേതാക്കളുടെ അടുപ്പമായാണ് ഇത്തരം സംഭവങ്ങളെ ഇടതുപക്ഷവും ഉയർത്തിക്കാട്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗവർണർ സർക്കാർ പോര് ഇനിയും കടുക്കാനാണ് സാധ്യത. ഗവർണർക്കെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിനാണ് SFIയും ഒരുങ്ങുന്നത്. ഗവർണറെ സംഘി ഗവർണർ എന്ന് വിളിക്കുന്നത് തന്നെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അജണ്ട വ്യക്തമാക്കുന്നതാണ്.
മതന്യൂനപക്ഷങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന കേരള രാഷ്ട്രീയത്തിൽ ഈ പോരാട്ടം ഇടതുപക്ഷത്തിനാണ് ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്.